പരാജയങ്ങൾ അത് എത്ര തവണയാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് നമ്മളെ ഒരിക്കലും തളർത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ജൂൺ 2025 നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും പണ്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത്ര തവണ പരിശ്രമിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. കിരൺ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കുറച്ച് വാക്കുകളുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പേജസിലും, എൻ്റെ നോട്ട്സിൻ്റെ എല്ലാ പേജസിലും ഞാൻ എഴുതി വെച്ചിരുന്നു. ആ വാക്കുകൾ 3 വാക്കുകളാണത്: ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ്. ഇതാണ് നമ്മുടെ ഒരു ബേസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം വേണ്ടി ഇവിടെ ഒന്നും സംഭവിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, കൺസിസ്റ്റൻസി നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ, ഡിസിപ്ലിൻ ഉണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലേക്ക് ആർക്കും നിങ്ങൾക്ക് വരാം. ഞാനിത് പറയുന്നത് ഈ പ്രാവശ്യം ഡിസപ്പോയിൻ്റ് ആയിട്ട് PhD മാത്രം ക്വാളിഫിക്കേഷൻ പറ്റിയ ആൾക്കാർ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയ ആൾക്കാർ, അവരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ പഠിത്തം തുടങ്ങിക്കോളൂ. വെറും 7 പേര് മാത്രമേ 100 പേരിൽ ക്വാളിഫൈഡ് ആവുള്ളൂ ഒരു പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇരുന്നങ്ങ് പഠിച്ചോളൂ, ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആവും. ഒന്നാമത്തെ ടൈം ചിലപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കാം, വീണ്ടും പഠിക്കുക. രണ്ടാമത്തെ ടൈം വീണ്ടും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കാം, വീണ്ടും നമുക്ക് എന്താണ് JRF ക്വാളിഫൈഡ് ആ ഒരു പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി. ഹായ്, ഹലോ. UGC നെറ്റ് റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ AppleBee അക്കാദമിയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് നമ്മളിവിടെ തരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വന്നിട്ടിരിക്കുന്ന ജൂൺ 25 നമ്മുടെ ഒരു ഓവറോൾ റിസൾട്ട് നമുക്കിപ്പം നമുക്ക് 22-ാം തീയതി ഏകദേശം ഒരു 4:30-ക്കാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അപ്ഡേറ്റ് ഞാനിന്ന് ബേസിക്കലി അതവിടെ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒരു 12+ ആണ് നമുക്ക് JRF വന്നിരിക്കുന്നത്. ഓക്കെ, 101 മിച്ചമാണ് നമ്മളെ സംബന്ധിച്ചൊരു നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. 150-ക്ക് മുകളിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, PhD-ക്കുള്ള ക്വാളിഫിക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഓവറോൾ നമുക്കവിടെ വന്നു നിൽക്കുന്നത് ഇപ്പോഴത്തെ റൈറ്റ് നോ ഇപ്പോൾ നമ്മളത് കാര്യങ്ങൾ സ്റ്റുഡൻസ് നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 275 ഓവറോൾ നമുക്കവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കിനി വളരെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് നോക്കി. ഈ പ്രാവശ്യം ഒരു ഒഫീഷ്യൽ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ UGC പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ എടുത്ത് നോക്കുക. ഓവറോൾ രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ് 10 ലക്ഷത്തിന് മുകളിലാണ്. 10,19,000 ആണ്. ഇത് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ടോട്ടൽ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്. ബട്ട് അപ്പിയർ ചെയ്തേക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 7,52,000 ഉള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഇനിയാണ് നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ കാണും. അതായത് പഠിച്ചിരിക്കുന്നു, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈഡ് ആകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു ഗിവൺ സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കണ്ടേക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുക, ഈ ഒരു എക്സാം അത് ഒരുപാട് പേര് ജയിക്കുന്ന ഒരു എക്സാം അല്ല. ഇവിടെ എടുത്ത് നോക്കി, നമുക്ക് ഈ ഒരു പ്രാവശ്യം ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സബ്ജക്റ്റിനോട് കൂടി JRF ക്വാളിഫൈഡ് ആകുന്ന ആൾക്കാർ 5,269 ആണ്. അതായത് 5,269 പേർക്ക് മാത്രമാണ് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സബ്ജക്റ്റിലും JRF കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, മൊത്തത്തിൽ വന്നു കഴിയുമ്പോഴത്തേനും. ആൻഡ് ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എലിജിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 54,000 ഉണ്ട്. 54,000 ആണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദെൻ PhD ഓൺലി ക്വാളിഫിക്കേഷൻ അവിടെ വന്നിരിക്കുന്നത് 1,28,000 ഉണ്ട്. അപ്പോൾ എടുത്ത് നോക്കുക, മൊത്തത്തിൽ വന്നിരിക്കുന്ന ക്വാളിഫൈഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അവിടെ എടുത്ത് നോക്കുക, അത് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഏറ്റവും മേജർ ട്രേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന എക്കണോമിക്സ് ആണ്. ഇവിടുത്തെ നമ്മൾ സബ്ജക്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, എഡ്യൂക്കേഷൻ, ജനറൽ പേപ്പർ, അതേപോലത്തെ സബ്ജക്റ്റൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സബ്ജക്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന അക്കാദമിയാണ് AppleBee അക്കാദമി. നമ്മൾ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. എക്കണോമിക്സ് ഒക്കെ ഇവിടെ എടുത്ത് നോക്കുക, ജനറൽ കാറ്റഗറിയിൽ അൺറിസോർഡ് കാറ്റഗറിയിൽ JRF കിട്ടിയിരിക്കുന്ന വെറും 56 പേർക്കാണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് നെറ്റ് കിട്ടിയിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരും ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. 56 ആണ് അൺറിസോർഡ് കാറ്റഗറി, 38 ആണ് OBC കാറ്റഗറി, ആൻഡ് ദെൻ 11 ആണ് ഇവിടെ EWS അവിടെ വന്നിരിക്കുന്നത്, ആൻഡ് ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് അവിടെ 16 ആണ്, 12 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഷെഡ്യൂൾ ട്രൈബ് വന്നിരിക്കുന്നത്. ബാക്കി എടുത്ത് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-150 പേർക്ക് മാത്രമാണ് മാക്സിമം, 150 പോലും ഇല്ല. ഇത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞൊരു നമ്പറിലാണ് മൊത്തത്തിൽ അവിടെ എന്ത് കിട്ടിയിരിക്കുന്നത്, എക്കണോമിക്സിൽ JRF ക്വാളിഫൈഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും കുറഞ്ഞൊരു നമ്പറാണ്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് മാത്രമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആക്ച്വലി ഇത് ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ എക്സാക്ട്ലി നമുക്കിവിടെ കാണാൻ സാധിക്കും, കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1,300 പേരുണ്ട് ജനറൽ കാറ്റഗറിയിൽ, 1,100 ആണ് പിന്നീട് വന്നിരിക്കുന്ന OBC കാറ്റഗറിയിൽ. പിന്നെ ഇങ്ങനെ നമുക്ക് കാണാം 400, 500, 300 ഒക്കെയാണ് അവിടുത്തെ വന്നിരിക്കുന്ന ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് UGCയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫും അവിടെ എത്ര പേര് ക്വാളിഫൈഡ് ആയിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഫോർമാറ്റും. ഇനി നമുക്ക് നമ്മുടെ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടെ വരാൻ പറ്റുമെന്നതാണ്. ഇത്രയും കുറഞ്ഞ സ്റ്റുഡൻറ്റ് ക്വാളിഫൈഡ് ആകുമ്പോൾ പോലും, അതാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, ഇത്രയും കുറഞ്ഞ സ്റ്റുഡൻറ്റ് ക്വാളിഫൈഡ് ആകുമ്പോൾ പോലും AppleBee പറഞ്ഞു വെക്കുന്നൊരു മേജർ പോയിന്റ് ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോഴും അത്
ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പ്രാവശ്യം ക്ലാസ് കൊടുത്തതിന് ശേഷം വീണ്ടും അതോടെ കഴിഞ്ഞു എന്ന് പറയുന്നൊരു ഫോർമാറ്റ് അല്ല. ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് JRF കിട്ടുന്നത് വരെയാണ്. ഓക്കെ, ഓൺലൈനിൽ നിങ്ങളുടെ JRF സ്കീമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ വാലിഡിറ്റി 2 വർഷമാണ്, 2 years വരെയാണ്. ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാവേ. ഇത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ മാർക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. നമുക്ക് എക്കണോമിക്സിൽ ഈ പ്രാവശ്യം JRF വന്നിരിക്കുന്ന നമ്മുടെ അലൈൻ. ഓക്കെ, വളരെ ടാലൻ്റ് ആയിട്ടുള്ള മിടുക്കനായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ലാസ്റ്റ് ടൈം നമുക്ക് ഇവിടുന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ടൈം December 24 അതിൻ്റെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ നെറ്റ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വിഷയമുണ്ട്, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പഠനം നിർത്താൻ പാടില്ല. അലൈൻ വീണ്ടും ഇവിടെ ലാസ്റ്റ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു JRF വേണ്ടി. ഇത് ഈ പ്രാവശ്യം നമുക്ക് ജൂണിൽ JRF കൂടി ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾ ഈ മാർക്ക് ലിസ്റ്റ് കാണുക. അതായത് അലൈൻ്റെ December 2024 നെറ്റ് കിട്ടിയ മാർക്ക് ലിസ്റ്റ് ഇവിടെയുണ്ട്. ഇത് ഇപ്പോൾ ഈ പ്രാവശ്യം JRF കിട്ടിയ മാർക്ക് ലിസ്റ്റും ഇവിടെയുണ്ട്. ഇതൊരു റോൾ മോഡലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പഠനം നിർത്തിയല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അല്ല വേണ്ടത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഈ പ്രാവശ്യം ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കിയപ്പോഴത്തേനും റിപ്പീറ്റേഷന് വേണ്ടി അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് വന്നതിന് ശേഷം നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം എന്ന രീതിയിലേക്ക് വന്നൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു വന്നിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്. അതായത് റിസൾട്ട് വന്ന് JRF ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ് നെക്സ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നൊരു പോയിന്റിലേക്ക് അവിടെ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പം അലൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾബിയുടെ ലോങ് റൺ വിഷനിനെ കുറിച്ച്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ JRF ക്വാളിഫൈഡ് ആകുന്നവരെ ഓഫ്ലൈൻ നിങ്ങൾക്ക് ഞങ്ങൾ അസിസ്റ്റൻസ് തരും എന്ന് പറയുന്ന നമ്മുടെ ഒരു വിഷൻ ഉണ്ട് ബേസിക്കലി. ആൻഡ് ദെൻ ഓൺലൈനിൽ JRF സ്കീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷം വരെ നിങ്ങൾക്ക് ഞങ്ങൾ അസിസ്റ്റൻസ് തരും. കാരണം ഇത് ചുമ്മാ പറയുന്ന പോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ജയിക്കുന്ന ഒരു എക്സാം അല്ല. ഇവിടെ നിങ്ങൾ എടുത്തു നോക്കുക, ഏതൊരു അൺറിസർവ്ഡ് കാറ്റഗറി വെറും 56 പേര് ഓൾ ഇന്ത്യ ലെവലിൽ ക്വാളിഫൈഡ് ആവുന്നു, 38 പേര് OBC കാറ്റഗറിയിൽ ക്വാളിഫൈഡ് ആവുന്നു എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഉണ്ട്? ഒരു സ്റ്റേറ്റ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ അലൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. കർണാടക എന്ന സ്റ്റുഡൻ്റ് ആണ് പവിത്രയും ഇതേപോലെ തന്നെ നമുക്ക് 2020 ആദ്യം ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആണ്. ഇത് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആപ്പിൾബിയുടെ ഏത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പഠിച്ച സ്റ്റുഡൻ്റ് ആണ്, കർണാടകയിൽ നിന്ന് അഡ്മിഷൻ എടുത്ത്. ആൻഡ് ദെൻ 2020 മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. ഇത് ഈ പ്രാവശ്യം വീണ്ടും അദ്ദേഹം ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, JRF വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 2025 എത്തിയപ്പോഴത്തേനും JRF കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ക്വാളിഫൈഡ് ആവുന്നത്. ഇതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വിഷൻ. അതായത് ലോങ് ടൈമിൽ അസിസ്റ്റൻസ് കൊടുക്കുക. വൺസ് നിങ്ങളിവിടെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ടൈം വരെ നമ്മൾ എന്ത് തരും, അസിസ്റ്റൻസ് നമ്മളവിടെ തരുമെന്നുള്ളതാണ്. ഇനി വളരെ സന്തോഷത്തോടെ ഇപ്പം ഇത് നിങ്ങൾക്ക് ഒരു വോയിസ് കേൾക്കാം. ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കുക. ഇത് നമ്മൾ ഇവിടുന്ന് പഠിച്ച് ക്വാളിഫൈഡ് ആയ സിസ്റ്റർ റോസ്ലിൻ്റെ വേർഡ്സ് ആണ്. ഇവിടെ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ കുട്ടികൾ പല സമയങ്ങളിൽ ഇമോഷണലി ഡൗൺ ആവും, അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആ സമയത്ത് ഞാൻ പരമാവധി അവരെ പുഷ് ചെയ്യാറുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അത് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുമാണ്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ജയിക്കും എന്നൊരു കാര്യം ഞാൻ പറയാറുണ്ട്. ഇന്നലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സിസ്റ്റർ ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്, സിസ്റ്ററിൻ്റെ നോട്ട്സിൽ വലിയ രീതിയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ വാക്കുകൾ അവിടെ എഴുതി വെക്കുമായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും ശ്രമിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ഇവിടെ ജോയിൻ ചെയ്യുന്നത് 2022-23 കറക്റ്റായിട്ട് പഠിച്ചിട്ടും പല പ്രാവശ്യം പല ബുദ്ധിമുട്ടുകൾ വന്നതിന് ശേഷം സിസ്റ്ററിന് അത് ക്വാളിഫൈഡ് ആവാൻ പറ്റിയില്ല. 2025 സിസ്റ്റർ ഇവഞ്ച്വലി എന്ത് ചെയ്യുന്നത്, ക്വാളിഫൈഡ് ആവുന്നത്. വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്കറിയാം അവർക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സിസ്റ്റേഴ്സിനൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സമയത്താണ് ഇവരിരുന്ന് വർക്ക് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ആദ്യത്തെ 2 പ്രാവശ്യം നല്ല രീതിയിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടും സിസ്റ്ററിന് ക്വാളിഫൈഡ് ആകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചോ, ഡിസിപ്ലിൻ ഉണ്ടോ, എൻഡ് ഓഫ് ദിന് നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നിരിക്കും എന്നുള്ള കാര്യങ്ങൾ. ഇത് ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് അത് സ്ട്രൈക്ക് ചെയ്യുന്നു, അത് അദ്ദേഹത്തിൻ്റെ നോട്ടിലൊക്കെ എഴുതി വെക്കുന്നുള്ള കാര്യങ്ങൾ ഞാനവിടെ ഇമാജിൻ പോലും ചെയ്യുന്നില്ല. റിസൾട്ട് വന്നതിന് ശേഷമാണ് സിസ്റ്റർ നമ്മളോട് പറയുന്നത്, ഞാൻ വളരെയധികം ഏതാ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ട് ആ ഒരു അപ്രോച്ചിനെ എടുത്തു. ആൻഡ് ദെൻ ഇവഞ്ച്വലി എനിക്ക് ക്വാളിഫൈഡ് ആകാൻ പറ്റിയത്. ആ വോയിസ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും സിസ്റ്റർ എന്താ പറയുന്നത്. പരാജയങ്ങൾ അത് എത്ര തവണയാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും തളർത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ജൂൺ 2025 നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും പണ്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്ര തവണ പരിശ്രമിച്ചിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. കിരൺ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പേജസിലും, എൻ്റെ നോട്ട്സിൻ്റെ എല്ലാ പേജസിലും ഞാൻ എഴുതി വെച്ചിരുന്നു. ആ വാക്കുകൾ 3 വാക്കുകളാണത്: ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിജയം അതൊരു സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇരട്ടി മധുരത്തോട് കൂടിയിട്ട് ലഭിക്കും
എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വിജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എക്കണോമിക്സ് എനിക്ക് ഒന്നും അല്ലായിരിക്കാം. അതായത് വെറുതെ ആ വിഷയത്തിൽ കുറച്ചൊരു അറിവ് മാത്രം, ആ അറിവിൽ ഞാൻ ഒതുങ്ങിപ്പോയേനെ. പക്ഷെ ഓരോ തോൽവിയിലും എൻ്റെ എൻ്റെ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണ്, അതിനെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടുതൽ വളർത്താനും കൂടുതൽ എൻ്റെ ഫോക്കസ് മറ്റ് പല ഏരിയകളിലേക്കും ഡൈവേർട്ട് ചെയ്യാനും നന്നായി കൂടുതൽ എക്കണോമിക്സിനെ മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. സോ തോൽവി ആരും എന്താ പറയുക, അതൊന്നും ഒരു ലാസ്റ്റ് വേർഡല്ല. തോൽവി അതൊരു ബിഗിനിങ് ആണ്. വലിയ വലിയ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ്. തീർച്ചയായിട്ടും നമ്മൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, പേഷ്യൻ്റ് ആണെങ്കിൽ, ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഉറപ്പായും സക്സസ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആപ്പിൾ ബിയെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് മാറ്റർ ഓഫ് ടൈമാണ്. ചുമ്മാ നിങ്ങളെ നാളെ ജയിപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും ഒരിക്കലും ഇവിടുന്ന് പറയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, വളരെ കുറഞ്ഞ ആൾക്കാർ ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുള്ളൂ 5000 പേർക്കാണ് ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ സബ്ജക്റ്റിനോട് JRF കിട്ടിയിരിക്കുന്നത്. ഇത് എക്കണോമിക്സിനോട് കിടക്കുന്നു, അണ്ടർസ്റ്റുഡ് കാറ്റഗറിയിൽ വെറും 56 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പോയിന്റിലേക്ക് ഒരു സ്റ്റുഡൻറ്റിനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്യണം. സ്റ്റുഡൻസിനും ആ ഒരു ബോധം വേണമെന്ന്, ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന ഒരു ബേസ് ഫോമാറ്റ്. അപ്പം ഇവിടുത്തെ റിസൾട്ടുകൾ കുറേയാണ്. ഞാൻ പറഞ്ഞില്ല, വളരെ സന്തോഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ടഫസ്റ്റ് ആയിട്ടൊരു എക്സാം വന്നതിന് ശേഷം ഇത്രയും കുറഞ്ഞ ഏതാ പറയുന്നത് അലോക്കേഷൻ JRF-നൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇത്ര റിസൾട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കുറേ മാർക്ക് ലിസ്റ്റുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന മറീന, ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആനി, ആൻഡ് ദെൻ ക്രിസ്റ്റീന, നസീഹ, ഇവരെല്ലാം വീണ്ടും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ക്വാളിഫൈഡ് ആയിരുന്ന ആൾക്കാരായിരുന്നു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നത്, ഇവർ ഒരു പ്രാവശ്യം ക്വാളിഫൈഡ് ആവുന്നു, ഇവരെല്ലാവരും ഇപ്പോൾ എന്താണെന്ന് പറയുക ഗവൺമെന്റ് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതായത് UGC സ്കെയിലിൽ ഗവൺമെന്റ് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കൂടെ JRF-ന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോ ആ പ്രിപ്പറേഷൻ ആണെങ്കിൽ അവർക്ക് വീണ്ടും ക്വാളിഫൈഡ് ആവാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നേടിയിട്ടേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് നമ്മളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ്, അതായത് നിങ്ങളുടെ മാർക്കിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന മറീനി ആണെങ്കിലും, ആനി ആണെങ്കിലും, ആൻഡ് ദെൻ ക്രിസ്റ്റീന ആണെങ്കിലും, നസീഹ ആണെങ്കിലും, ഇവരെല്ലാം എന്താ പറയുന്നത് കൺസിക്യൂട്ടീവ് ആയിട്ട് വീണ്ടും വീണ്ടും ക്വാളിഫൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പേരുകൾ നോട്ട് ചെയ്ത് വെച്ചു, ഇവരെല്ലാം JRF നിങ്ങളുടെ മുമ്പിൽ വരും. അതിപ്പം നാളെയാണോ അടുത്ത ദിവസം റിസൾട്ട് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉറപ്പായിട്ടും JRF ആയിട്ട് വരും. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വിഷൻ എന്ന രീതിയിലേക്ക് നമുക്കവിടെ പറയാൻ സാധിക്കുന്നത്. അതായത് 2 പ്രാവശ്യം അടുപ്പിച്ച് അണ്ടർസ്റ്റുഡ് കാറ്റഗറി നെറ്റ് ക്വാളിഫൈഡ് ആകുമെന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ട് ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഞാനിത് ഇവരെ മാത്രമേ എടുത്ത് പോയിന്റ് പറഞ്ഞെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ ഇതാണ് നമ്മുടെ വിഷൻ എന്ന് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് അവിടെ എത്തിക്കാനാണ് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എക്കണോമിക്സുകാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കൊമേഴ്സുകാരാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക. അതേ കുറച്ച് ആൾക്കാർ മാർക്ക് ലിസ്റ്റ് ഞാൻ കാണിക്കാം. ലക്ഷ്മി പ്രിയ കുറച്ച് നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നതാണ്, കൊമേഴ്സിലെ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ നല്ല ടാലന്റഡ് സ്റ്റുഡൻ്റ് ആണ്, ക്ലാസ്സിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇവഞ്ച്വലി കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഈ പ്രാവശ്യം ക്വാളിഫൈഡ് ആയി. അപ്പം ലക്ഷ്മി പ്രിയ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങളത് പിടിക്കും, ഈ പ്രാവശ്യം ഞങ്ങൾ പിടിക്കുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് 2 പ്രാവശ്യം സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നില്ല. ഈ പ്രാവശ്യം ഇത് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സൈറ ആണെങ്കിലും, വിഷ്ണുപ്രിയ ആണെങ്കിലും, ആൻഡ് ദെൻ ഏതാ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ്, ഇവരെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്സിൽ നിന്ന് പഠിച്ച് ഈ പ്രാവശ്യം ഇവിടെ ക്വാളിഫൈഡ് ആയിരിക്കുന്ന കുറച്ച് റാൻഡം സാമ്പിളുകൾ മാത്രമാണെന്നുള്ളതാണ്. അതായത് ഒരു പ്രാവശ്യം അവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പറ്റും എന്നുള്ളത്. സില്ല ഡേവിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ എടുത്ത് നോക്കുക. അദ്ദേഹം വീണ്ടും JRF-ന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പ്രാവശ്യം വീണ്ടും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്തിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരും JRF ആയിട്ട് ഇവിടെ കാണും. കാരണം നമ്മുടെ വിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോമിലാണ് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, അതേപോലെ തന്നെ ഇംഗ്ലീഷിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എടുക്കുന്ന ആൾക്കാർ നമ്മളിവിടെ എഡ്യൂക്കേറ്റഡാണ്. ബേസിക്കലി 3rd ടൈമാണ് കൺസിക്യൂട്ടീവ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് അവിടെ എന്താണ് നെറ്റ് അവിടെ ക്വാളിഫൈഡ് ആവുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. ഓക്കെ, ആൻഡ് ദെൻ അതേപോലെ തന്നെ സുമയ്യ ഉണ്ട്, ആൻഡ് ദെൻ അതേപോലെ തന്നെ എന്താണ് ഹന്ന ഉണ്ട്, ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആപ്പിൾ ബി വളരെ കുറഞ്ഞ സബ്ജക്റ്റുകൾക്ക് മാത്രം ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് കൊടുക്കുന്ന ഒരു അക്കാദമിയാണ്. ഞങ്ങൾ ഒരുപാട് സബ്ജക്റ്റുകൾ കൊടുക്കുന്ന സബ്ജക്റ്റ് വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വളരെ ക്വാളിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്ത സബ്ജക്റ്റാണ്. ഇത് ഇവിടെ കാണാം, ശ്രീബ. അതായത് വളരെ നല്ലൊരു എഫോർട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം അവിടെ എടുത്തിരുന്നു. ആ ഒരു ഇമ്പാക്ട് ആ എഡ്യൂക്കേഷൻ സബ്ജക്റ്റ് നമുക്കവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അദ്ദേഹം എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അവിടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഒരു റാൻഡം കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു വിഷൻ, എങ്ങനെയാണ് ആപ്പിൾ ബി ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് അഡ്മിഷൻ സമയത്ത് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ 6 മാസത്തെ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കുമെന്നെങ്കിൽ ഇത് ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ചുമ്മാ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറയുന്ന പോലത്തെ ഒരു ഫോർമാറ്റ് അല്ല. വളരെ കുറഞ്ഞ നമ്പർ മാത്രം ക്വാളിഫൈഡ് ആകുന്ന ഒരു നാഷണൽ എക്സാമാണ്. 1% ആൾക്കാർക്ക് JRF കിട്ടുള്ളൂ, 6% ആൾക്കാർക്ക് എന്ത് കിട്ടുള്ളൂ,
അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ചേർന്ന് 7% എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 7 പേര് മാത്രമേ 100 പേരിൽ ക്വാളിഫൈഡ് ആവുള്ളൂ ഒരു പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇരുന്നങ്ങ് പഠിച്ചോളൂ, ഉറപ്പായിട്ടും ക്വാളിഫൈഡ് ആവും. ഒന്നാമത്തെ ടൈം ചിലപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കാം, വീണ്ടും പഠിക്കുക. രണ്ടാമത്തെ ടൈം വീണ്ടും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കാം, വീണ്ടും നമുക്ക് എന്താണ് JRF ക്വാളിഫൈഡ് ആ ഒരു പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കാണിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ മറ്റേ നമ്മുടെ കൊമേഴ്സിന്റെ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അതേ പറഞ്ഞു, ആദ്യത്തെ 2 പ്രാവശ്യം അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം JRF കൂടിയാണ് അവിടെ ക്വാളിഫൈഡ് ആവുന്നത്. നമ്മുടെ ഒരു വിഷൻ തന്നെ അതാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ആപ്പിൾ വിയിൽ പഠിച്ച് ജയിക്കുന്ന ആൾക്കാരും ഒരു ദിവസം കൊണ്ട് മാജസ്റ്റിക്കുമായിട്ട് വന്ന് ക്വാളിഫൈഡ് ആവുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും കൺസിക്യൂട്ടീവായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരാണ്. ഇപ്പം എക്കണോമിക്സ് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ആളുടെ പേരോട് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഹർഷ 3-4 പ്രാവശ്യം അടുപ്പിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയിട്ട് ഹർഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഹർഷ എന്താണ് നെക്സ്റ്റ് ടൈം നമുക്കൊരു JRF കൂടി വരും. ഞങ്ങൾ അതിന് വേണ്ടിയുള്ള എല്ലാ പ്ലാനുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ബേസിക്കലി. അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം വേണ്ടി ഇവിടെ ഒന്നും സംഭവിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ, കൺസെൻസ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ, ഡിസിപ്ലിൻ ഉണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിലേക്ക് ആർക്കും നിങ്ങൾക്ക് വരാം. ഞാനിത് പറയുന്നത് ഈ പ്രാവശ്യം ഡിസപ്പോയിന്റ് ആയിട്ട് PhD മാത്രം ക്വാളിഫിക്കേഷൻ പറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അവരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ പഠിത്തം തുടങ്ങിക്കോളൂ. ഡിസംബറിന് വേണ്ടി നിങ്ങൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ, ഡിസംബറിൽ എക്സാം എഴുതുക, റിസൾട്ടിന് പോലും വെയിറ്റ് ചെയ്യാതെ വീണ്ടും ജനുവരി നിങ്ങൾ ക്ലാസ്സുകൾ നിങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങുക. ഇതാണ് ഒരു ഫോർമാറ്റ് അവിടെ വേണ്ടത്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷത്തോടെ ആവേശത്തോടെ ഞാൻ ഈ ക്ലാസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തൊരു എഫേർട്ട് ഉണ്ട്. ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് കിടന്ന് ഓടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് ടാസ്ക് അതാണ്. നമുക്കിവിടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളോട് നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓഫ്ലൈൻ വരുന്ന സ്റ്റുഡൻസിനുണ്ട്, ഓൺലൈൻ ആണെങ്കിൽ അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസിനെയും ഓഫ്ലൈൻ സ്റ്റുഡൻസിനെയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളിവിടെ കടന്നെടുക്കുന്ന എഫോർട്ട് വലിയ രീതിയിലേക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് സംടൈംസ് ഷെഡ്യൂൾസ് ഒക്കെ മാനേജ് ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് സിറ്റുവേഷൻ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇവഞ്ച്വലി നമുക്ക് റിസൾട്ട് വന്നതിനും അതിലേക്ക് നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ പറയുന്ന കുട്ടികളെ നമുക്ക് ക്വാളിഫൈഡ് ആക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഞാനിപ്പോൾ ചുമ്മാ പറയില്ല, ഞാൻ റാൻഡമായിട്ട് മെൻഷൻ ചെയ്ത എല്ലാ ആൾക്കാരെയും മാർക്ക് ലിസ്റ്റ് അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും ആൾക്കാരാണ് ഇവിടുന്ന് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ടിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഡിസപ്പോയിൻ്റ് ആവേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക ഇമ്മീഡിയറ്റ്ലി അടുത്ത ടൈമിന് വേണ്ടി. അതാണ് നിങ്ങളുടെ ഫോക്കസ്. നെറ്റ് കിട്ടിയ ആൾക്കാർ JRF എയിം ചെയ്യുക, JRF കിട്ടിയ ആൾക്കാർ നല്ലൊരു എൻറ്റിറ്റിയിൽ PhD അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും കിട്ടാത്ത ആൾക്കാർ ഒട്ടും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ളതാണ് വരുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞ രീതിയിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. സോ അപ്പം മേരിയുടെ വീഡിയോ ഞാനൊന്ന് ഓർമ്മിച്ചാണ്, പോയി കണ്ടു നോക്കുക. കൊമേഴ്സിന് 2 പ്രാവശ്യം നെറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നു, നെറ്റ് പോലും കിട്ടുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം JRF കൂടിയാണ് ക്വാളിഫൈഡ് ആകുന്നത്. ഇതാണ് നമ്മുടെ വിഷൻ. ലോങ് ടൈം ഹോളിസ്റ്റിക് ഫോംസിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങളെ ക്വാളിഫൈഡ് ആക്കിയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ആത്മവിശ്വാസവും ഡെഡിക്കേഷനും നമുക്കവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു ദിവസം കൊണ്ടോ 6 മാസം കൊണ്ടോ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒഫീഷ്യൽ കട്ട് ഓഫ് അതാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. എനിവേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്ഡേഷൻ. റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ബാക്കി മുഴുവൻ റിസൾട്ടുകളും സംഭവങ്ങളും കാര്യങ്ങളും ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 1 by 1 ആയിട്ട് നമുക്കവിടെ വരാവുന്നതാണ്. ബൈ ബൈ.